നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ആദ്യപാദ മത്സരത്തിൽ FC ബാഴ്സലോണയും ന്യൂകാസിൽ യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ. മത്സരത്തിന് മുന്നോടിയായിട്ട് കോച്ച് ഹൻസി ഫ്ലിക്ക് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ടും ചാവി ഹെർണാണ്ടസ് പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചു. ചാവി ഇന്നലെ ലാവങ്കാടിക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഹൻസി ഫ്ലിക്ക് എന്നോട് എൻ്റെ വീട്ടിൽ വന്ന് മാപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതിൻ്റെ കാരണം ചാവി ഹെർണാണ്ടസ് ബാഴ്സലോണയുടെ കോച്ചായിരിക്കെ തന്നെ ബാഴ്സ ബോർഡ് ഫ്ലിക്കുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നീക്കിയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും തന്നോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു ഫ്ലിക്ക് എന്നാണ് ചാവി ഹെർണാണ്ടസ് പറഞ്ഞിരുന്നത്. അപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, സത്യം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനിപ്പോൾ അത് തുറന്നു പറയുന്നില്ല. അതല്ല എൻ്റെ രീതി. സ്വകാര്യ സംഭാഷണത്തിൽ നടന്ന കാര്യങ്ങൾ അതങ്ങനെ തന്നെ നിൽക്കും. അദ്ദേഹം വിശദമായിട്ട് പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾ കൊളീഗ്സാണ്. ചാവിയും ഞാനും ഒരേ ജോലി ചെയ്യുന്നവരാണല്ലോ. സോ ഞങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പുണ്ട്, നല്ല ബന്ധമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഞങ്ങൾ പരസ്പരം കണ്ടിരുന്നു. പക്ഷേ അതൊരു പ്രൈവറ്റ് മാറ്ററാണ്. എനിക്കറിയാം സത്യം എന്താണെന്ന്. അത് ഞാൻ എന്നിൽ തന്നെ സൂക്ഷിക്കുകയാണ്. ഞാൻ പുറത്ത് പറയുന്നില്ല. ഐ വിൽ നോട്ട് റിവീൽ ഇറ്റ് ഹിയർ. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഹൻസി ഫ്ലിക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അപ്പോൾ ചാവി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അദ്ദേഹം പറയാൻ തയ്യാറായില്ല. പക്ഷെ സത്യം എന്താണെന്ന് തനിക്കറിയാം എന്ന് തന്നെ കോച്ച് പറയുന്നു. പിന്നെ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നു, ചാവി ഹെർണാണ്ടസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ, ബാഴ്സയുടെ ഇലക്ഷനൊക്കെ നടക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ശരിയായോ, ഇങ്ങനൊരു ഇൻ്റർവ്യൂ കൊടുത്ത് ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ ഹൻസി ഫ്ലിക്കിൻ്റെ മറുപടി, ഇതിൻ്റെ ഉത്തരം ഞാനല്ലല്ലോ പറയേണ്ടത്, അത് ചാവിയാണ് പറയേണ്ടത്. സോ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നുകൂടി ഹൻസി ഫ്ലിക്ക് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.